ഒന്ന് ഈ സമീപകാലത്താണ് ഗവർണർ സർക്കാർ പോരുകൾ വളരെ രൂക്ഷമായത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുള്ള ഗവർണർമാർ ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെന്റുകളുമായി BJP ഇതര ഗവൺമെന്റുകളുമായി വലിയ കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിൽ പശ്ചിമ ബംഗാളുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പല സംസ്ഥാനങ്ങളുണ്ട്, കർണാടക ഏറ്റവും ഒടുവിലായുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ ഗവർണർ പക്ഷേ ഇതുവരെയും സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഈ സുപ്രീം കോടതി ഭാഷയിൽ പറഞ്ഞാൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഇതിനൊരു ഘടകമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിക്കുന്ന ഈ നിയമങ്ങൾ, ഈ നിയമനിർമ്മാണങ്ങൾ സാധുവാക്കി കിട്ടുക എന്നുള്ളതിനപ്പുറത്ത് ഞങ്ങൾ കേന്ദ്രം ഇങ്ങോട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ഇമ്പോസ് ചെയ്താൽ അതിൽ പറ്റില്ല എന്ന നിലപാടെടുക്കുമെന്ന രാഷ്ട്രീയ സന്ദേശം കൂടി ഉണ്ടോ ഈ നിയമ പോരാട്ടത്തിൽ? നിയമ പോരാട്ടം ഈ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെയാണ്. അത് തമിഴ്നാട് നടത്തുന്ന പോരാട്ടവും പഞ്ചാബ് നടത്തുന്ന പോരാട്ടവും കേരളം നടത്തുന്ന പോരാട്ടവും ഒക്കെ സമാനമാണ്. അതിൻ്റെ അനുഭവങ്ങൾ സമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം വളരെ ശക്തമായിട്ട് നമുക്ക് തുടരേണ്ടതുണ്ട്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധിയുടെ വാദങ്ങൾ, അതിൽ ഞാനൊരു അപകടം കാണുന്നത്, അദ്ദേഹം ഗവർണർമാരുടെ കൺസോർഷ്യത്തിൻ്റെ ഏതെങ്കിലും പ്രതിനിധിയാണോ, ഒരു കൺസോർഷ്യം രൂപീകരിച്ച് ഈ ഗവർണർമാരെല്ലാം കൂടെ ശ്രീ ശങ്കുട്ടി ദാസിനെ ഇതിന് നിയോഗിച്ചതാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എങ്ങനെയാണ് ഈ ഗവർണർമാരുടെ അമിതാധികാരത്തിന് വേണ്ടി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പം ജുഡീഷ്യറിയുടെ അവകാശവും അധികാരവും കവർന്നെടുക്കാൻ ഉള്ള വാദങ്ങൾ വരെ നിരത്തുകയാണ്. അതോടൊപ്പം അംബേദ്കറിനെയും നെഹ്റുവിനെയും കുറിച്ചുള്ള ഞങ്ങളുടെയൊക്കെ വാദങ്ങൾ, ഭാവനയും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മാത്രം നിലനിൽക്കുന്നതുമാണ്. ഇപ്പോൾ മഹാനായ അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ നടന്നിട്ടുള്ള സംവാദത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ഗവർണറെക്കുറിച്ച് പറയുകയാണ്, The governor under the constitution has no functions which he can discharge by himself, no functions at all. While he has no functions, he has certain duties to perform. അതായത് സ്വന്തമായി കൈകാര്യം ചെയ്യേണ്ടുന്ന ഫങ്ഷൻസ് ഒന്നും ഗവർണർക്കില്ല. പകരം അദ്ദേഹത്തിന് ചില കടമകളാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്നത്. ഇവിടെ ഗവർണർമാർ ചെയ്തു വരുന്നത് സമ്പൂർണമായും സ്റ്റേറ്റുകളുടെ അധികാരത്തിൽ കൈകടത്തലാണ്. ഇനി ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇദ്ദേഹം വിശദമായി പറഞ്ഞല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വിധേയമായി മാത്രം നിയമനിർമ്മാണം നടത്തേണ്ട ഏജൻസി അല്ല സ്റ്റേറ്റുകൾ. വളരെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട് അതാണ്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാനും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് ലെജിസ്ലേഷൻ ഉണ്ടാക്കാനും അങ്ങനെ അല്ല ഭരണഘടനാ കാഴ്ചപ്പാട്. ഭരണഘടനയിൽ എന്തുകൊണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് വന്നു? ലോ ആൻഡ് ഓർഡർ പോലെ, കൃഷി പോലെ, മറ്റ് പ്രധാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം പോലെ ഉള്ള കാര്യങ്ങൾ എന്തിന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വന്നു? എന്തിനാണ് യൂണിയൻ ലിസ്റ്റിൽ ഫോറിൻ അഫയേഴ്സ് പോലെ, ഡിഫൻസ് പോലുള്ള കാര്യങ്ങൾ ആ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നത്? വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് വന്നത്? എല്ലാം കൂടെ അങ്ങ് യൂണിയന് കൊടുത്താൽ പോരെ? എല്ലാം ഡൽഹിയിൽ നിന്ന് നിയന്ത്രിച്ചാൽ പോരെ? ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അധികാരത്തെ അടിവരയിട്ടത്. സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല ലെജിസ്ലേഷന്റെ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുണ്ട്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ അദ്ദേഹം പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഗവർണറുടെ പവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചു, പരമോന്നത നീതിപീഠം തന്നെ വളരെ കൃത്യമായി 988 ഹർഗോവിന്ദ് പന്ത് വേഴ്സസ് രഘുകുൽ തിലക് കേസിൽ കൃത്യമായി പറയുന്നു. എന്ന് മാത്രമല്ല, ഒരു സെർവന്റോ, അതായത് കേന്ദ്ര സർക്കാരിന്റെ സെർവന്റോ കേന്ദ്ര സർക്കാരിന്റെ എംപ്ലോയിയോ അല്ല ഗവർണർ എന്ന് അക്കാര്യം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൂചിപ്പിക്കാം. തമിഴ്നാടിന്റെ കേസിന്റെ സമാനമല്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എങ്ങനെ അത് പറയാൻ കഴിയും? ആർട്ടിക്കിൾ 200 ആണല്ലോ തമിഴ്നാടിനും ബാധകം, കേരളത്തിനും ബാധകം, പഞ്ചാബിനും ബാധകം. ഒരു നിയമം ബില്ല് പാസാക്കി അദ്ദേഹത്തിന്റെ ഗവർണറുടെ മുന്നിൽ വന്നാൽ അദ്ദേഹം ഒന്നുകിൽ അംഗീകരിച്ചോ അല്ലെങ്കിൽ ഡിസന്റോടുകൂടി നിയമസഭയ്ക്ക് അയച്ചോ. തമിഴ്നാടിലും കേരളത്തിലും പഞ്ചാബിനും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 200 ബാധകമാണെങ്കിൽ ഡിസന്റ് രേഖപ്പെടുത്തി അയക്കണം. ഡിസന്റ് രേഖപ്പെടുത്തി അയച്ചില്ല. അതറിയാം ഗവർണർക്ക്. എന്താ? ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാം. ഡിസന്റ് രേഖപ്പെടുത്തി അയച്ചാൽ പിന്നീട് ബില്ല് പാസ്സാക്കപ്പെട്ട് തന്റെ മുന്നിൽ വന്നാൽ താൻ അംഗീകരിക്കേണ്ടി വരും. ആ അംഗീകരിച്ചില്ലെങ്കിൽ തൽസ്ഥാനത്ത് തുടരാൻ അദ്ദേഹം യോഗ്യനല്ല. അപ്പോ
ആർട്ടിക്കിൾ 200 അടിസ്ഥാന പ്രശ്നം. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നില്ല, ഇത്രയേ ഉള്ളൂ. അത് അംഗീകരിച്ച പോലും. പിന്നെ ഒറ്റ കാര്യം കൂടി അഭിലാഷേ, അങ്ങ് ഒരു മിനിറ്റ് എനിക്ക് തരണം. അതായത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഏതൊക്കെ ബില്ലുകളാണ് തടഞ്ഞു വെച്ചത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്റ്റേറ്റിന് അധികാരമുള്ള കാര്യങ്ങളാണ്. ഒരു ഗവർണറെ ചാൻസലർ ആക്കണോ വേണ്ടയോ എന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ചോദ്യമല്ല ശങ്കുട്ടിദാസെ. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാ ചാൻസലർ ഗവർണർ ആകണമെന്ന് പറയുന്നത്? ചാൻസലർ ഗവർണർ ആകണമെന്ന് തീരുമാനിച്ചത് സ്റ്റേറ്റ് നിയമസഭയാണ്. സ്റ്റേറ്റ് നിയമസഭ നിയമം ഉണ്ടാക്കി. ആ നിയമം അമെൻഡ് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനല്ല, പ്രസിഡന്റിനല്ല, ഗവർണർക്കല്ല. ആ അധികാരം ആർട്ടിക്കിൾ 200 പ്രകാരം സ്റ്റേറ്റിനാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ് നിയമസഭ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിയത്. നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? സ്റ്റേറ്റിനുമേൽ എല്ലാ അധികാരങ്ങളും അഴിച്ചുവെച്ച് സ്റ്റേറ്റിനെ നിർവീര്യമാക്കി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ നിങ്ങൾ അട്ടിമറിക്കുകയാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. ആ സംസ്ഥാനങ്ങളെ നിർവീര്യമാക്കാൻ കഴിയില്ലെന്നാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ വിധി. ശരി, ഇവിടെ